ഞാൻ അടിച്ചോന്ന് വിചാരിച്ചു, ഭാഗ്യത്തിന് അടിച്ചു പോയില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ആർസിക്കാരൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാം, എങ്ങനെ പെർഫോമൻസ് കൂട്ടാം എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ബാക്കപ്പ് ടൈമും കൂടി എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കമൻസിൽ കുറച്ച് പേര് പറഞ്ഞിരുന്നു ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഇത്, പിന്നെ എത്ര വോൾട്ടേജ് ഉള്ള ബാറ്ററിയാണ് ഇടുന്നത്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 1100 രൂപയുള്ളൊരു ചെറിയൊരു മോൺസ്റ്റർ ട്രക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ചാണ്. അധികം യൂസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് അറിയാത്ര പോരാ, ഒരുപാട് ബാക്കപ്പ് ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ പെർഫോമൻസും ബാക്കപ്പ് ടൈം എത്രയാണ് കിട്ടുന്നത് എന്നുള്ള സംഭവം. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ബാറ്ററി. നമ്മുടെ കാർ വാങ്ങുമ്പോൾ കിട്ടുന്ന ബാറ്ററി ഇതാണ്. അതായത് 700 mAh നിക്കൽ കാൽമിയം ബാറ്ററി, 4.8 വോൾട്ടേജ് വരുന്ന 4 സെല്ലുള്ള ഒരു ബാറ്ററിയാണ്. അതായത് ഇത് എന്താ പറയുക, വലിയ ബാക്കപ്പോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. കാരണം ഇത് നിക്കൽ കാൽമിയം ബാറ്ററിയാണ്. അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇതിട്ടിട്ട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം ഈ ഒരു കാറ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും പിന്നെ നമ്മൾ ബാറ്ററി മാറ്റാൻ പോകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററിയാണ്. ലിഥിയം അയോൺ 1000 mAh ഉള്ള, അതായത് അതിന് 700 mAh ആണ്, ഇതിന് 1000 mAh ആണ്. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററി 6.4 വോൾട്ടാണ്, അത് 4.8 വോൾട്ടാണ്, ഇത് 6.4 വോൾട്ടാണ്. അതായത് 2 സെല്ലുള്ളെങ്കിലും ആളുടെ പവർ വേറെയാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കാറിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം. ഈ ഒരു ബാറ്ററി ഇട്ടിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം ഇവൻ്റെ പെർഫോമൻസ് എന്താണ്. ഓക്കെ, നമ്മളങ്ങനെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി റിമോട്ടിലെ ബാറ്ററി നമുക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബാറ്ററി ഇട്ട് സെറ്റാക്കി. ഓക്കെ, നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ പെർഫോമൻസ്. ഇത് മേടിക്കുമ്പോഴുള്ള പെർഫോമൻസ് ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ച് കണ്ടൊരു സ്പീഡാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പോൾ നമുക്കിനി മറ്റേ ബാറ്ററി ഇട്ട് നോക്കാം, അതായത് ഈ ലിഥിയം അയോൺ ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ എന്തോരം സ്പീഡ് വ്യത്യാസം വരും, പെർഫോമൻസ് വ്യത്യാസം വരും. നേരത്തെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല, ചുമ്മാ കിടന്ന് വട്ടം കറങ്ങിയിട്ടുണ്ടായത്. എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയറിങ് പരിപാടീസൊക്കെ ചെറുതായതുകൊണ്ടേ വലിയ ക്വാളിറ്റി ഇല്ലാത്ത കാരണം ഈ ബാറ്ററി ഇട്ട ഗിയറൊക്കെ അടിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, നമുക്ക് ഇട്ട് നോക്കാം. രക്ഷപ്പെട്ടാൽ പെട്ട്. ഒരു ഭാഗ്യ പരീക്ഷണമാണ് ഗൈസ്. അത് ഇതേപോലത്തെ ഒരു കാറിൽ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ ചേഞ്ച് ചെയ്ത് നോക്കാം, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ ഗൈസ് ഈ ഒരു ബാറ്ററി നമ്മൾ ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നതിന് ഇനി ഈ സാധനങ്ങളൊക്കെ അഴിക്കണം, പിന്നെ മാറണം. പിന്നെ തൽക്കാലം മാറുന്നില്ല. തൽക്കാലം ഞാൻ മറ്റേ പഴയ പരിപാടി വയറ് കൂട്ടിപ്പിരിച്ച് വെക്കുന്നുള്ളൂ. ഈ ഒരു ബാറ്ററി നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് പിന്ന്. ഇതിൻ്റെ പിന്നെ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ഈ ഒരു പിന്ന്. അപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനി അഴിക്കണം, അതാണ് ഒന്നാമത്തെ ടാസ്ക്. ഗൈസ് നമ്മളെ അഴിക്കുന്നില്ല. അതായത് ഈ ഒരു ബാറ്ററിയുടെ അതേ സെയിം പിന്നുള്ള വേറൊരു ബാറ്ററി, കംപ്ലൈൻ്റ് ആയ ഒരു ബാറ്ററി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളതും നമ്മുടെ മറ്റേ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുവാണ്. ഇനിയിപ്പോൾ അഴിച്ച് കുളമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങാനും അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് തന്നെ സെറ്റ് ചെയ്ത് ഇടണമല്ലോ. സോ നമുക്കപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ബാറ്ററിയുടെ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം.
ഓക്കെ. ഇത് നമ്മൾ നേരെ ഈ ഒരു ഇതിലോട്ട് അങ്ങോട്ട് തിരികെ കയറ്റി വെക്കുകയാണ് കേട്ടോ. കേസിപ്പോൾ ഈ ഒരു പിന്ന് വ്യത്യാസമുള്ളതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ RCക്ക് പറ്റിയ പിന്ന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ ഉണ്ടാക്കിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ബാറ്ററി ഇതായതുകൊണ്ട് ഞാൻ ഈ പിന്ന് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് ഈ ബാറ്ററി അതിലോട്ട് ഇടാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇട്ട് നോക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല, അടിച്ചു പോവോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ആദ്യം നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഗൈസ് കണക്ട് ചെയ്തു, ഓണാണ്. ഇനി നമുക്ക് റിമോട്ടിലൊന്ന് ആക്സിലേഷൻ ചെയ്ത് നോക്കാം. റിമോട്ടൊക്കെ വർക്കിംഗ് ആണ് ഗൈസ്. ഭയങ്കര സ്പീഡായിട്ടോ. നേരത്തേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ടുണ്ട് ഐറ്റം. ഇതുവരെ അടിച്ചൊന്നും പോയിട്ടില്ല ഭാഗ്യത്തിന്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇവനൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം. ഇവൻ്റെ പെർഫോമൻസ് മാറിയില്ലോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. എന്തായാലും മാറിയിട്ടുണ്ടാവും, ഉറപ്പാണല്ലോ. ഇത് ഇവനെ ഇങ്ങനെ സീറ്റ് ചെയ്ത് വെക്കണം. ഒരുപാടുള്ളതുകൊണ്ട് ഇത്തിരി ടാസ്ക്കാണ്. ഓ ഗൈസ്, അങ്ങനെ ഒരു വിധത്തിൽ തള്ളിക്കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിച്ചൊന്നും പോയിട്ടില്ല, സെറ്റാണ്. സെർവൊക്കെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വാവ്. ഓ മാൻ, പവർ കൂടിയോ? ഇനി നമുക്ക് ഇവനൊന്ന് ഓടിച്ചു നോക്കാം ജസ്റ്റ്. ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഓടിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര പെർഫോമൻസ് വ്യത്യാസമുണ്ട്. അതായത് സ്പീഡാണെങ്കിലും ഇപ്പോൾ പറയാം, ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഓടിയൊന്നും ഇങ്ങനെ ഡ്രിഫ്റ്റ് തിരിഞ്ഞൊക്കെ പോയില്ലേ, അതൊക്കെ ഈ ഒരു ബാറ്ററിയിൽ പറ്റുള്ളൂ. ഉണ്ടോ, മറ്റേ ബാറ്ററിയുടെ ഒരു റൊട്ടേഷനും ഈ ഒരു ബാറ്ററിയുടെ റൊട്ടേഷൻ ഭയങ്കര വ്യത്യാസമുണ്ട്, സ്പീഡ്. അതുപോലെ തന്നെ സെർവോൻ്റെ സ്പീഡ് ഉണ്ടോ, ഇത്ര സ്പീഡാണ് സംഭവം. അപ്പോൾ ഞാൻ അടിച്ചു പോകുമെന്ന് വിചാരിച്ചു, ഭാഗ്യത്തിന് അടിച്ചു പോയില്ല, രക്ഷ ഇട്ട്. സംഭവം ഒരു രക്ഷയില്ല കൈസ്, ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. അപ്പോൾ പഴയ ബാറ്ററി ഇതാണ്, നമ്മളപ്പോൾ പുതിയ ബാറ്ററി ഇട്ടുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഗൈസ് ബാറ്ററി ഇട്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലത്തെ കാറിൽ ബാറ്ററി മാറ്റാം. പക്ഷേ ഈ പറഞ്ഞ പോലെ, അതായത് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയറിങ് അതായത് ടോയ് ഗ്രേഡാണ്, അപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രണ്ടും ബാക്കും എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഗിയറിങ് ചിലപ്പോൾ ഒടിഞ്ഞു പോകാം, അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. വെച്ചാൽ പെർഫോമൻസ് കൂടുമ്പോഴത്തേക്ക് അതിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇത് വരാൻ നേരത്ത് അതിന് ഡാമേജ് വരും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നോക്കാനുള്ളത്. പക്ഷേ അത് ഈ ചെറിയ മോഡൽസ് കാറിലുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാറിലൊക്കെ ചേഞ്ച് ചെയ്താലും ഒരു പ്രശ്നമില്ല, കാരണം അതിൻ്റെ ഗിയറിങ്ങൊക്കെ കുറച്ചും കൂടി ഹാർഡാണ്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ടോയ്സ് ഈ പറഞ്ഞ 1000-1500 റേഞ്ചിലുള്ള ഈ ഒരു കാർസിനെ മാത്രമേ വ്യത്യാസമുള്ളൂ, ക്വാളിറ്റി വ്യത്യാസം വരുന്നത്.
അപ്പോൾ ഗൈസ് ബാറ്ററി മാറിയിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പഴയ ബാറ്ററി ഇതാണ് കേട്ടോ, പഴയ ബാറ്ററി. പുതിയ ബാറ്ററി ഇത്. കാരണം ഇത് 4 സെല്ലുണ്ട്, പക്ഷേ എന്താ പറയുക, എന്താ 4.8 വോൾട്ട് ഇത് 2 സെല്ലുള്ളൂ. പക്ഷേ ഇത് 6.4 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററി. അപ്പോൾ ഗൈസ് ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇടേണ്ടത്, വേറൊരു ബാറ്ററി ഇടരുത് കേട്ടോ. അതായത് ഇതിന് പറ്റിയ ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. പിന്നെ ലിപ്പോ ബാറ്ററി വരുന്നുണ്ട്. ലിപ്പോ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോബി ഗ്രേഡ് RC കാറിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ബാറ്ററിയാണ്. ഹോബിയിൽ നമുക്ക് ലിഥിയം അയോണും യൂസ് ചെയ്യുന്നുണ്ട്, ലിപ്പോയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററി. പിന്നെ അതേപോലെ തന്നെ കണ്ടോ സെർവോൻ്റെ സ്പീഡിങ് കണ്ടോ, ഇതാണ് സ്പീഡ് കണ്ടോ, ഇതാണ് പഴയ ബാറ്ററിയുടെ പവർ. അതേസമയം നിങ്ങൾ പുതിയ ബാറ്ററിയുടെ ഇത് നോക്കിയേ, കണ്ടോ സെർവൊക്കെ ഭയങ്കര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാറ്ററി മാറിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ചേഞ്ച് ആവുന്നു. അതായത് ഒരുപാട് പേരെ ഡൗട്ടായിരുന്നു ഈ ടോയ് ഗ്രേഡ് RC പവർ കൂട്ടാൻ പറ്റുമോ, പെർഫോമൻസ് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യാന്നുള്ള സംഭവം. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ റിസ്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ ഗിയറിങ് കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ RCയിലൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ പോകത്തില്ല, ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ വെയിറ്റ് എന്തോരം വലിക്കും നോക്കാം. ഈ ഒരു പുതിയ ബാറ്ററി ഇട്ടിട്ട് എന്തോരം വെയിറ്റ് വലിക്കും നമുക്ക് നോക്കാം. ഇതൊരു RC കാറിൻ്റെ ചേസാണ് കേട്ടോ, ഹോബി ഗ്രേഡ് RC കാറിൻ്റെ ചേസാണ്. ഇത് കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചേസിങ് കൂടി വെച്ച് നോക്കാം. ഓ ഗൈസ് പതിയെ അനങ്ങുന്നുണ്ട് കേട്ടോ. ഓ പതിയെ പോകുന്നുണ്ട്. നൈസ്. ഇനി നമുക്ക് പഴയ ബാറ്ററി ഇട്ട് നോക്കാം, എന്തോരം നീങ്ങും നമുക്ക് നോക്കാം. ഗൈസ് നമ്മളിങ്ങനെ പഴയ ബാറ്ററി ഇട്ടു. ഇനി പഴയ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ചേസി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണോട് വെച്ച് നോക്കാം. അനങ്ങില്ല ഗൈസ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പവർ വ്യത്യാസം. അതായത് ഇതിൻ്റെ ഒരു ചേസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഹോബി ഗ്രേഡ് RCയുടെ ചേസിയാണ്. അപ്പോൾ ഗൈസ് ഇതേ ഇത്ര ഉള്ളു സംഭവം. ഇതാണ് നമ്മുടെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ബാറ്ററി എവിടെ കിട്ടും എന്നായിരിക്കും നിങ്ങളുടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു ബാറ്ററി നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസൊന്നും അറിയാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ ഓരോ ടോയുടെ ഓരോ ബാറ്ററി ബോക്സും പല അളവായിരിക്കും. അപ്പോൾ എല്ലാം ഒരേപോലെ ആണെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ബാറ്ററി കസ്റ്റം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കസ്റ്റം ചെയ്തെടുക്കുന്ന ഒരാളുടെ കോൺടാക്റ്റ് നമ്പറും അയാളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആളായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഏത് ബാറ്ററി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം മാറിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി വേണ്ടവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ബാറ്ററി സെറ്റ് ചെയ്ത് തരും. ആളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ RCയുടെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതായത് ആ ബോക്സിന് ആ ഒരു അളവ് കൊണ്ടുപോകുകയാണെങ്കിൽ അത്ര ഒന്നുമില്ല. അതായത് ആ ഒരു അളവ് കണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം ഇതിൽ. കണ്ടോ, ഇപ്പോൾ ഉള്ള ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിൽ സെറ്റാവും. ചിലപ്പോൾ ഈ ഒരു ബാറ്ററി വേറൊരു കാറിൽ സെറ്റായിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ RC ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആൾ ബാറ്ററി സെറ്റ് ചെയ്ത് തരും. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സൈസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വോൾട്ടേജ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ശരിയാക്കി തരും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനി അടുത്തൊരു RCയുടെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.